ഹലോ ഓൾ, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിലെ 4th ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ റിവിഷൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്ററിൻ്റെ സെലക്റ്റഡ് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ്. ഓക്കെ, ചാപ്റ്ററിൻ്റെ പേര് നമുക്കറിയാം, പ്രകാശത്തിൻ്റെ പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്നാണ്. ഓക്കെ, ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഫസ്റ്റ് പാർട്ട് വീഡിയോ എല്ലാവരും നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നത് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, സോ അതിന് ശേഷം മാത്രം പാർട്ട് 2 വീഡിയോയിലേക്ക് വരേണ്ടതാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വൈ കോൺവെക്സ് മിറർ ഈസ് യൂസ്ഡ് ആസ് റിയർ വ്യൂ മിറർ? വാഹനങ്ങളിലെ പുറകുവശം കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയായിട്ട് എന്തുകൊണ്ടാണ് കോൺവെക്സ് ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് കോൺവെക്സിനുള്ള ഒരു പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഫീൽഡ് ഓഫ് വ്യൂ, വീക്ഷണ വിസ്തൃതി കൂടുതലാണ്. ഓക്കെ, ഇതൊരു 1 മാർക്ക് ചോദ്യമാണ്. അതിൻ്റെ ആൻസറായിട്ട് വരേണ്ട പോയിൻ്റ് വീക്ഷണ വിസ്തൃതി കൂടുതലുള്ള, ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലുള്ള മിററാണ് കോൺവെക്സ് മിറർ. ഓക്കെ, വിച്ച് മിറർ ഹാവ് ലീസ്റ്റ് ഫീൽഡ് ഓഫ് വ്യൂ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആർക്കാണ് ഏറ്റവും കുറവ് ഫീൽഡ് ഓഫ് വ്യൂ ഉള്ളത്? ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലുള്ളത് കോൺവെക്സ് ആണ്. ഫീൽഡ് ഓഫ് വ്യൂ ഏറ്റവും കുറവുള്ളത് കോൺകേവ് ആണ്. ഏതാണ്? കോൺകേവ്. വീക്ഷണ വിസ്തൃതി ഏറ്റവും കുറവുള്ള മിറർ ഏതാണ് എന്നാണ് ചോദ്യം. കോൺകേവ് മിററിനാണ് ഏറ്റവും കുറവ് വീക്ഷണ വിസ്തൃതി ഉള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മോട്ടോർ ബൈക്ക് റൈഡർ സീസ് ദ ഇമേജ് ഓഫ് എ കാർ ഇൻ ദ റിയർ വ്യൂ മിറർ ഡിമിനിഷ്ഡ് 1/6 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ സൈസ്. ഒരു മോട്ടോർ ബൈക്ക് റൈഡർ പുറകിൽ വരുന്ന ഒരു കാറിൻ്റെ ചിത്രം അദ്ദേഹത്തിൻ്റെ റിയർ വ്യൂ മിററിൽ, കണ്ണാടിയിൽ 1/6 ഭാഗം ചെറുതായിട്ട്, ഒറിജിനൽ സൈസിൻ്റെ 1/6 ഭാഗമായിട്ട് ചെറുതായിട്ട് കാണുന്നു എന്നാണ്. ഓക്കെ, 1/6 എന്ന് പറഞ്ഞത് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഒരു വസ്തുവിൻ്റെ ഉയരം ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, അത് ഇത്രയായിട്ട് ചുരുങ്ങി എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ഇമേജും ഡിവൈഡ് ചെയ്താൽ, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ബൈ ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടിയത്? 1/6 എന്ന് കിട്ടിയത്. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ തന്നിരിക്കുന്ന വാല്യൂ 1/6 എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിഫിക്കേഷൻ ആണ്, അഥവാ ആവർത്തനം എന്നാണ്. എന്താണ്? ആവർത്തനം. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കണം, തന്നിരിക്കുന്ന ഡാറ്റ എന്താണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കേണ്ടത്, ഈ ആവർത്തനം പോസിറ്റീവാണോ നെഗറ്റീവാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വാഹനങ്ങളിൽ നമ്മൾ കാണുന്ന ചിത്രങ്ങൾ നിവർന്നിട്ടാണ് അല്ലേ? വാഹനങ്ങളിലെ കണ്ണാടിയിൽ കാണുന്ന ചിത്രങ്ങൾ നിവർന്നിട്ടാണ്. കാരണം അതൊരു കോൺവെക്സ് മിററാണ് അല്ലേ? നിവർന്നതായതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ എമ്മിൻ്റെ സൈൻ ഏതാണ്? പോസിറ്റീവാണ്. നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം പ്രോബ്ലം ചെയ്യാൻ വേണ്ടി വരിക. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. തന്നിരിക്കുന്നത് എം ആണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ബാക്കി വായിച്ച് നോക്കാം. ഇഫ് ദ റിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കാർ ആൻഡ് ബൈക്ക് ഈസ്, കാറും ബൈക്കും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ മുകളിലാണ് കണ്ണാടി ഉള്ളത്. കണ്ണാടിയിൽ നിന്ന് കാറിലേക്കുള്ള അകലം, അങ്ങനെ പറഞ്ഞാൽ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എന്നാണ് ഉദ്ദേശിച്ചത്. അത് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം മൈനസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഇറ്റ്സ് റേഡിയസ് ഓഫ് കർവേച്ചർ. കാണാൻ പറഞ്ഞ ആൾ റേഡിയസ് ഓഫ് കർവേച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. ഓക്കെ, 6 കാണണമെങ്കിൽ ആദ്യം ആലോചിച്ച് നോക്കുക. 6 എന്ന് പറഞ്ഞത് 2f ആണ്. 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 2f ആണ്. റെഡി? 6 എന്ന് പറഞ്ഞാൽ 2f ആണെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? f കണ്ടുപിടിക്കണം. ഓക്കെ, എഫ് കാണാൻ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, എം നമുക്ക് തന്നിട്ടുണ്ട്
യു തന്നിട്ടുണ്ട്. എമ്മും യുവും തന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ വി കാണാം. കാരണം എം ഈക്വൽ ടു മൈനസ് വി ബൈ യു എന്ന ഇക്വേഷൻ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ വി കാണാം. വി ഈക്വൽ ടു എന്തായിരിക്കും? എം ഇൻറ്റു എന്തായിരിക്കും? യു ആയിരിക്കും. ഓക്കെ, മൈനസ് ഉണ്ട് ഇവിടെ. അടുത്ത സ്റ്റെപ്പിൽ വി ഈക്വൽ ടു എന്ന് പറയുന്നത് മൈനസ് എം ഇൻറ്റു യു എന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വി കണ്ടുപിടിക്കാം. ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എം 1/6 ആണ് ഇൻറ്റു യു മൈനസ് 30 ആണ്. ഓക്കെ, മൈനസ് 30 മൈനസ് 1/6 പ്ലസ് ആണ്. 30/6 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, അപ്പോൾ വി ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? നമുക്ക് 5 ആണെന്ന് കിട്ടി. പ്ലസ് ആണ്. പ്ലസ് ആണെന്ന് പറഞ്ഞാൽ കണ്ണാടിക്കുള്ളിലാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ ആരൊക്കെയുണ്ട്? വി ഉണ്ട്, യു ഉണ്ട്. വിയും യുവും ഉള്ള സ്ഥിതിക്ക്, അതായത് വി കൂടെ ഞാനൊന്നിവിടെ മാർക്ക് ചെയ്യാം. വി ഈക്വൽ ടു ഉള്ള സ്ഥിതിക്ക്, വി ഈക്വൽ ടു +5 ആയ സ്ഥിതിക്ക് വിയും യു ഉണ്ട് എങ്കിൽ നമുക്ക് മിറർ ഇക്വേഷൻ, ദർപ്പണ സമവാക്യം ഉപയോഗിച്ചിട്ട് എഫ് കാണാൻ പറ്റും. എഫ് കിട്ടിയാൽ അതിൻ്റെ ഇരട്ടിയാണ് 6 അല്ലേ? അപ്പോൾ 1/f ഇസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. തിരിച്ചും പറയാം, തെറ്റൊന്നുമില്ല. 1/u പ്ലസ് 1/v എന്നും പറയാം. 1/vയുടെ സ്ഥാനത്ത് 1/5ഉം പ്ലസ് ഇട്ടിട്ട് 1/uവിൻ്റെ സ്ഥാനത്ത് യുടെ വാല്യൂ കൊടുക്കുക -30. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു -30 -30 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 30 മൈനസ് ആണ്, പ്ലസ് 5 ഇൻറ്റു മൈനസ്, അപ്പോൾ മൈനസ് വരും. 15ഉം ഒരു 0യും അല്ലേ? അങ്ങനെ പറഞ്ഞാൽ എത്രയും 150 എന്ന് വരും. ഓക്കെ, അപ്പോൾ മുകളിൽ -30 പ്ലസ് 5 എന്ന് പറയുന്നത് -25 വരും ബൈ -150 എന്ന് വരും. -150 -150 എന്ന് വരും. ഇത് മൈനസ് ക്യാൻസൽ ചെയ്ത് പോകും. ഈക്വൽ ടു 25 ബൈ 150 എന്ന് വരും. 25ഉം 150ഉം കട്ട് ചെയ്ത് പോകും അല്ലേ? ക്യാൻസൽ ചെയ്ത് പോകും. ഒരു 25 100ൽ 4 25, 150ൽ 6 25, 1/6 എന്ന് കിട്ടും. 1/6 എന്ന് കിട്ടിയത് 1/f ആണ് അല്ലേ? 1/f ആണ്. അപ്പോൾ എഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും റെസിപ്രോക്കൽ തിരിച്ചെടുത്താൽ മതി. അപ്പോൾ എഫ് സമയം എന്ത് കിട്ടും? 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എഫ് സമയം എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ എഫ് നമുക്ക് കിട്ടി. എഫ് ഈക്വൽ ടു എത്രയാണ്? 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ, ആരം എത്രയേ? ആ കണ്ണാടിയുടെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയേ? വക്രത ആരം എത്രയെന്നാണ് ചോദ്യം അല്ലേ? അപ്പോൾ അത് 2 ഇൻറ്റു എഫ് എന്നായിരിക്കും. 2 ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 ഇൻറ്റു 6 സമയം എത്ര? 12 സെൻറ്റിമീറ്റർ. ഓക്കെ, ഒരു നല്ല ക്വസ്റ്റ്യനാണ്. നന്നായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. An object is placed 30 cm away from a spherical mirror. സ്ഫെറിക്കൽ മിററിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ അകലത്തിൽ വസ്തുവിനെ വെക്കുന്നു എന്നാണ്. അപ്പോൾ പറഞ്ഞ ആദ്യത്തെ വാക്കിൽ നിന്ന് തന്നെ യു നമുക്ക് കിട്ടി. എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. യു ഓൾവേസ് നെഗറ്റീവ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. മൈനസ് കൊടുത്തു. ഇറ്റ്സ് മാഗ്നിഫിക്കേഷൻ ഈസ് ഫൗണ്ട് ടു ബി -1. എം ഈക്വൽ ടു എത്രയാന്ന് തന്നിട്ടുണ്ട്? -1 തന്നിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് ദ പെക്കുലാരിറ്റീസ് ഓഫ് ദ ഇമേജ്. ഇമേജിൻ്റെ പ്രോപ്പർട്ടികൾ എന്തൊക്കെയെന്ന് എഴുതി വെക്കുക. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളെന്ന് എഴുതി വെക്കുക. ഇമേജിൻ്റെ സ്വഭാവങ്ങൾ കിട്ടണമെങ്കിൽ എം നോക്കിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തൊക്കെയായിട്ട് വരും? എമ്മിൻ്റെ നമ്പർ നോക്കുക. നമ്പർ 1 ആണ്. എം 1 ആയാൽ അതിൻ്റെ മീനിങ് സെയിം സൈസ്ഡ് ഇമേജ് എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ്, ആ ഇമേജ് എന്താണ്? ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിലുള്ള ഇമേജാണ്. ഓക്കെ, ഞാൻ ചുരുക്കി മാത്രമേ എഴുതുന്നുള്ളൂ. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എക്സാമിന് എഴുതിക്കൊള്ളണം. ഒന്നാമത്തെ പോയിൻ്റ് എന്താണ്? സെയിം സൈസ്ഡ് ഇമേജാണ്. തുല്യ വലുപ്പമുള്ള പ്രതിബിംബമായിരിക്കും. രണ്ടാമത്തെ പോയിൻ്റ് മൈനസ് സിമ്പലിനെ നോക്കുക. മൈനസ് സിമ്പലിനെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം മൈനസ് എപ്പോഴാണ് വരിക? യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കുമ്പോഴാണ്. യഥാർത്ഥം അല്ലെങ്കിൽ റിയൽ ഉണ്ടാക്കുമ്പോഴാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? റിയലുകളൊക്കെ എന്താണ്? തലതിരിഞ്ഞതുമാണ്. അതുകൊണ്ട് എന്താ? ഇൻവേർട്ടഡ്. റെഡി? ഓക്കെയാണോ? അപ്പോൾ 3 പോയിന്റുകൾ നമുക്ക് പറയാൻ പറ്റും. ഏതൊക്കെയാണ്? ഒന്ന്, സെയിം സൈസ്ഡ് ഇമേജാണ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ അതേ വലുപ്പമുള്ള പ്രതിബിംബമാണ് കിട്ടുക. യഥാർത്ഥമാണ്, തല കീഴായതാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ. വിച്ച് മിറർ ഈസ് യൂസ്ഡ് ഹിയർ? ഏത് മിററാണ് യൂസ് ചെയ്യുക? നമുക്കറിയാമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺകേവിലാണല്ലോ വസ്തു വെച്ച് കഴിഞ്ഞാൽ അല്ലേ? വസ്തു വെച്ച് കഴിഞ്ഞാൽ -1 എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്.
-1 എന്ന് എമ്മിന് ഉത്തരം കിട്ടുക എം ഈക്വൽ ടു എന്താ HI/HO അല്ലേ. ഇതിൻ്റെ ആൻസർ -1 എന്ന് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ 1 എന്ന് കിട്ടണമെങ്കിൽ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ഇമേജും എന്തായിരിക്കണം, തുല്യമായിരിക്കണ്ടേ. ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും തുല്യമായി വരുന്ന ഫിഗർ നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? കോൺകേവിൽ മാത്രമേ അത് വരുന്നുള്ളൂ. ഇവിടെ സിയും ഇവിടെ എഫും ആണ് എങ്കിൽ സിയിൽ വസ്തു വെക്കുന്ന സമയത്ത് സിയിൽ തന്നെ തല തിരിഞ്ഞിട്ട് എന്ത് വരും? പ്രതിബിംബം വരും. തുല്യ വലുപ്പത്തിൽ തുല്യ അകലത്തിൽ അല്ലേ. പോളിൽ നിന്ന് ഒരേ അകലത്തിലാണ് വസ്തു ഉള്ളത്, പ്രതിബിംബം ഉള്ളത് അല്ലേ. ഈ ഒരു സമയത്ത് മാത്രമാണ് എം എന്ത് വരിക? -1 വരിക. അതുകൊണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് മിറർ ഈസ് യൂസ്ഡ് ഹിയർ? ഏത് മിററാണ് യൂസ് ചെയ്തിരിക്കുന്നത്? കോൺകേവ് ആണ്. കോൺകേവിൽ മാത്രമേ എങ്ങനെ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, കോൺകേവിൽ മാത്രമേ റിയൽ ഇൻവേർട്ടഡ് ഉണ്ടാവുന്നുള്ളൂ. കോൺവെക്സിൽ എപ്പോഴും എന്താണ്? ഇറക്റ്റാണ് ഉണ്ടാവുക, നിവർന്നതാണ് ഉണ്ടാവുക. അതൊക്കെ എന്താണ്? വെർച്വലുമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതിൽ ഡൗട്ടില്ല. അപ്പോൾ എം ഈക്വൽ ടു -1 വരുന്ന ഒറ്റ സന്ദർഭമേ ഉള്ളൂ, അത് ഇവിടെ മാത്രമാണ്. അതുകൊണ്ട് അത് ഓർത്തിരിക്കുക. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ സി. ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 10 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദ മിറർ. ഒബ്ജക്റ്റ് 10 സെൻറ്റിമീറ്റർ അകലെയാണ് വെച്ചത് എങ്കിൽ വാട്ട് ചേഞ്ച് വിൽ ഒക്കർ ടു ദ നാച്ചർ ഓഫ് ഇമേജ് ഫോംഡ്? ഇവിടെ ഉണ്ടാവുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവത്തിൽ എന്ത് മാറ്റം വരിക? ഇപ്പം പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്താ? തല തിരിഞ്ഞതാണ്, തുല്യ വലുപ്പമാണ്, യഥാർത്ഥമാണ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ 10 സെൻറ്റിമീറ്റർ അകലത്തിലേക്ക് കൊണ്ടുവെക്കുകയാണെങ്കിൽ ഇപ്പം എത്രയിലാണ് ഉള്ളത്? ഇപ്പോൾ ഈ പോയിൻ്റ് എത്രയിലാണ്? 30ലാണ് ഉള്ളത് അല്ലേ. അപ്പോൾ എം ഈക്വൽ ടു -1 എന്ന് പറയുന്നതോടുകൂടി നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടല്ലേ. നമുക്ക് അറിയാവുന്ന കാര്യമാണ് സി എന്ന സ്ഥലത്ത് തന്നെയാണ് വസ്തു ഉള്ളത്. അപ്പോൾ പിന്നെ ആ ദൂരമാണ് 30 തന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 15 അല്ലേ. ഈ തേർഡ് ക്വസ്റ്റ്യനിൽ അവർ നമ്മോട് പറഞ്ഞിരിക്കുന്നത് 10 സെൻറ്റിമീറ്റർ അകലത്തിൽ കൊണ്ടുവെക്കണമെന്നല്ലേ. അതായത് 15ൻ്റെയും ഉള്ളിൽ കൊണ്ടുവെക്കണം. അതായത് എഫിൻ്റെയും ബിൻ്റെയും ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആദ്യത്തെ സ്ഥലം, ഇതാണ് ഇപ്പോൾ വെക്കുന്ന സ്ഥലം അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് നമുക്കറിയാമല്ലോ. എഫിൻ്റെയും പിൻ്റെയും ഇടയിൽ കോൺകേവ് മിററിൽ വസ്തു വന്നു കഴിഞ്ഞാൽ പ്രതിബിംബം ഇതിൻ്റെ പുറകിൽ വലുതായിട്ട് നമ്മൾ മുഖം നോക്കുന്ന അല്ലേ ഷേവിങ് മിറർ, മേക്കപ്പ് മിറർ എന്നൊക്കെ ഉള്ള എന്താണ് സംഭവമാണ് നടക്കുക അല്ലേ. അവിടെയൊക്കെ നടക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും? ഒന്ന് വലുതായിരിക്കും അല്ലേ, വലുതായിരിക്കും. റെഡി. പിന്നെയുള്ള കാര്യം എന്താണ്? അത് യഥാർത്ഥമാണോ? അല്ല, കണ്ണാടിക്ക് പിറകിലാണ്. അപ്പോൾ എന്താ? മിഥ്യാപ്രതിബിംബമാണ്. ഒന്ന് വലുതാണ്, മിഥ്യയാണ്, പിന്നെയോ നിവർന്നതാണ്. ഓക്കെ ആണോ? ഓക്കെ, ഈ 3 പ്രത്യേകതകൾ പറയാൻ വേണ്ടി. ജസ്റ്റിഫൈ യുവർ കൺക്ലൂഷൻസ്. ഈ നമ്മുടെ ഉത്തരങ്ങളെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യുക, ന്യായീകരിക്കുക അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? നമുക്ക് പറയാം എം ഈക്വൽ ടു -1 എന്ന് വന്നു കഴിഞ്ഞാൽ വസ്തുവിൻ്റെയും പ്രതിബിംബത്തിൻ്റെയും സ്ഥാനം തുല്യമാണ്. അതുകൊണ്ട് ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് സി എന്ന പോയിൻ്റ് ആയിരിക്കും. സിയിലേക്കുള്ള ദൂരം ഇപ്പോൾ 30 ആയതുകൊണ്ട് എഫിലേക്കുള്ള ദൂരം 15 ആയിരിക്കും. 10 എന്ന് പറയുന്നത് എഫിൻ്റെയും പിൻ്റെയും ഇടയിലായിരിക്കും. എഫിൻ്റെയും പിൻ്റെയും ഇടയിൽ വസ്തു വന്നു കഴിഞ്ഞാൽ അല്ലെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് വെർച്വൽ ഇമേജ് ആയിരിക്കും. ഓക്കെ, മിഥ്യാപ്രതിബിംബമായിരിക്കും. അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി. നെക്സ്റ്റ് വൺ, ഇമേജ് ഈസ് നോട്ട് വിസിബിൾ ഓൺ എ റഫ് വുഡൻ ബ്ലോക്ക് അല്ലേ. ഒരു പരുക്കനായ ഒരു മരപ്പലകയുടെ മുകളിൽ നമ്മൾ ഒബ്ജക്റ്റ് ലൈറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇമേജ് ഫോം ചെയ്യാറില്ല. ബട്ട് വെൻ ദ സർഫേസ് ഈസ് പോളിഷ്ഡ്, നല്ല മിനുസമുള്ള പ്രതലമാണെങ്കിൽ ഇമേജ് ക്യാൻ ബി സീൻ, നമുക്ക് പ്രതിബിംബത്തെ കാണാൻ പറ്റും. എന്തുകൊണ്ട്? അതിൻ്റെ 2 പോയിന്റുകളാണ് പറയേണ്ടത് ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്, രണ്ട് തരം പ്രതിപതനങ്ങളുണ്ട്, റിഫ്ലക്ഷനുകളുണ്ട്. ഒന്നിൻ്റെ പേര് റെഗുലർ റിഫ്ലക്ഷൻ എന്നും രണ്ടാമത്തേൻ്റെ പേര് ഇറഗുലർ റിഫ്ലക്ഷൻ എന്നും. ക്രമപ്രതിപതനവും വിപരീത പ്രതിപതനം എന്ന 2 പോയിന്റുകൾ, 2 തരം റിഫ്ലക്ഷൻ ഉണ്ട്. മിനുസമുള്ള പ്രതലത്തിൽ വന്ന് പ്രകാശം തട്ടിയിട്ട് ഇങ്ങനെ തിരിച്ചു പോകുന്ന പ്രതിപതനത്തെയാണ് നമ്മൾ റെഗുലർ റിഫ്ലക്ഷൻ, ക്രമപ്രതിപതനം എന്ന് വിളിക്കുന്നത്. പരുക്കനായ പ്രതലത്തിൽ വന്ന് തട്ടിയിട്ട് ലൈറ്റ് പോകുന്നത് എങ്ങോട്ടേ പോകാൻ നമുക്ക് പോലും പറയാൻ പറ്റില്ല അല്ലേ. അങ്ങനെ പ്രതിപദിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വിപരീത പ്രതിപതനം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? കാര്യങ്ങൾ മനസ്സിലായോ? റെഡി. അപ്പോൾ ഇങ്ങനെയായിരിക്കെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ക്രമപ്രതിപതനത്തിൽ അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷനിൽ മാത്രമേ ഇമേജ് ഫോമേഷൻ നടക്കുകയുള്ളൂ. മറ്റുള്ള സ്ഥലത്ത് എന്ത് നടക്കില്ല? വിപരീത പ്രതിപതനത്തിൽ ഇമേജ് ഫോമേഷൻ നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അതിൽ വരേണ്ട 2 പോയിന്റുകൾ റെഗുലർ റിഫ്ലക്ഷൻ, ഇറഗുലർ റിഫ്ലക്ഷൻ, ക്രമപ്രതിപതനം, വിപരീത പ്രതിപതനം എന്ന 2 വാക്കുകളാണ്. ഓക്കെ, ദെൻ ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഗിവൺ പെയർ. താഴെ തന്നിരിക്കുന്ന ജോഡിയിലെ ബന്ധം കണ്ടെത്തിയിട്ട് രണ്ടാമത്തതിൻ്റെ ഭാഗം പൂരിപ്പിക്കുക, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. എം ഈക്വൽ ടു -v/u.
അപ്പോൾ തന്നത് കാര്യം മനസ്സിലായി. എം എന്ന് പറഞ്ഞാൽ ആവർത്തനം, മാഗ്നിഫിക്കേഷനാണ്, അതിൻ്റെ ഇക്വേഷനാണ് -v/u എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1/f ഈക്വൽ ടു ഡാഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1/f ഈക്വൽ ടു എന്ത് എന്നാണ് ചോദ്യം ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ. 1/f ഈക്വൽ ടു അതിൻ്റെ ഇക്വേഷൻ അങ്ങോട്ട് എഴുതി കൊടുക്കുക. 1/u പ്ലസ് എന്ത് 1/v. ഓക്കെ, 1 മാർക്ക് ചോദ്യം. ക്ലിയർ. ദെൻ അടുത്തൊരു പ്രോബ്ലം. കർവ്ഡ് സർഫേസ് ഓഫ് എ റബ്ബർ ബോൾ, ഒരു റബ്ബർ ബോളിൻ്റെ കർവ്ഡ് സർഫേസ് ഓഫ് ഡയമീറ്റർ 24 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു ബോളുണ്ട്, ഞാൻ ജസ്റ്റ് ഒരു ബോളിനെ വരക്കാൻ പോവാണ്. ഓക്കെ, റബ്ബർ ബോളുണ്ട്. ഈ റബ്ബർ ബോളിന് 24 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഡയമീറ്റർ അല്ലേ. വ്യാസം എത്രയാണ്? 24 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഈസ് കൺവേർട്ടഡ് ടു എ റിഫ്ലക്റ്റിംഗ് സർഫേസ് ബൈ കംപ്ലീറ്റ്ലി കവറിങ് യൂസിങ് എ അലൂമിനിയം ഫോയിൽ. ഇത് ഒരു പ്രതിപദിക്കുന്ന സർഫേസായിട്ട് പ്രതലമായിട്ട് മാറ്റാൻ പോവുകയാണ് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് ഇതിനെ പൊതിഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ഇത് ബോളിനെ നമ്മൾ പുറകിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുകൂടെ ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് പൊതിഞ്ഞാൽ നല്ല തിളക്കമുള്ള മിനുസുള്ള ഭാഗമായിട്ട് വരും അല്ലേ പുറംവശം. അപ്പോൾ അതൊരു കണ്ണാടി പോലെ പ്രവർത്തിക്കും. അങ്ങനെ ആക്കാൻ പോവുകയാണ്. ഓക്കെ, എന്നിട്ട് എ ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞാൽ അത് പുറംവശമാണ് കണ്ണാടി. അതായത് ഏത് തരത്തിലുള്ള കണ്ണാടിയാവുക? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? നമുക്കറിയാം ഏത് കണ്ണാടിയാവുക? കോൺവെക്സ് കണ്ണാടിയാണ് ആവുക. ഓക്കെ, എ ക്വസ്റ്റ്യൻ. വേർ വിൽ ദ ഇമേജ് ബി ഫോംഡ് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 24 സെൻറ്റിമീറ്റർ away from the center. റെഡി? ബോളിൻ്റെ സെൻറ്ററിൽ നിന്ന് 24 സെൻറ്റിമീറ്റർ അകലം. അങ്ങനെ പറഞ്ഞാൽ സെൻറ്ററിൽ നിന്നും കണ്ണാടിയിലേക്ക് എത്രയുണ്ട്? 12 ഉണ്ട്. വീണ്ടും ഒരു 12 കൂടെ അകലം. അതായത് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒബ്ജക്റ്റിനെ വെക്കുന്നത് എങ്കിൽ. റെഡി? വേർ വിൽ ദ ഇമേജ് ബി ഫോംഡ് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ്. എവിടെയാണ് പ്രതിബിംബം രൂപീകരിക്കുക? നമുക്കറിയാമല്ലോ കോൺവെക്സിൻ്റെ അല്ലേ, കോൺവെക്സിൻ്റെ ഉള്ളിൽ പ്രതിബിംബം ഉണ്ടാവുന്നത് എപ്പോഴും അതിൻ്റെ ഉള്ളിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ ഇമേജുകൾ കോൺവെക്സിൽ ഉണ്ടാവുന്നതൊക്കെ അല്ലേ. കോൺവെക്സിൽ ഇതൊരു കോൺവെക്സ് ആണ് അല്ലേ, കോൺവെക്സ് ആണ്. ഇവിടുന്ന് സെൻറ്ററിലേക്ക് 12 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇവിടുന്ന് അതിൻ്റെ പകുതിയിലേക്ക് എഫിലേക്ക് 6 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇത് സി ആണ്, ഇതെന്താണ്? എഫ് ആണ്. പുറത്തിനി നിങ്ങൾ എവിടെ തന്നെ ഒബ്ജക്റ്റിനെ കൊണ്ടുവച്ചാലും അതിൻ്റെ ഇമേജ് ഉണ്ടാവുക എഫിൻ്റെയും പോളിൻ്റെയും ഇടയിലാണ് അല്ലെ. എഫിൻ്റെയും പോളിൻ്റെയും ഇടയിൽ ചെറുതായിട്ട് അല്ലെ. വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ പിറകിൽ വരുന്ന കാറിൻ്റെ ചിത്രം കണ്ണാടിയിൽ നമ്മൾ ചെറുതായിട്ട് കാണും. എവിടെയാണ് കാണുന്നത്? കണ്ണാടിക്കുള്ളിലാണ് അല്ലേ. ബിഹൈൻഡ് ദ മിററാണ്, കണ്ണാടിക്കുള്ളിലാണ് അല്ലേ, അല്ലെങ്കിൽ ഇൻസൈഡ് ദ മിറർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ ഉള്ളിൽ എവിടെയാണുള്ളത്? എഫിൻ്റെയും പിൻ്റെയും ഇടയിൽ. അപ്പം അങ്ങനെ പറഞ്ഞാൽ മതി. എവിടെ ഉണ്ടാവുക? എഫിൻ്റെയും പിൻ്റെയും ഇടയിൽ. എഫ് എത്രയായിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം 24 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ബോളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, ആരം എന്ന് പറയുന്നത് 12, അതിൻ്റെയും പകുതിയാണ് എന്ത്? നമ്മളുടെ ഫോക്കസ് ദൂരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ എഫിൻ്റെയും പിൻ്റെയും ഇടയിൽ എന്ന് പറഞ്ഞാൽ മതി. ഈസ് ദ ഇമേജ് റിയൽ ഓർ വെർച്വൽ? വെർച്വൽ അല്ലേ വെർച്വൽ അല്ലേ, മിഥ്യാപ്രതിബിംബമാണ്. ഏതാണ്? മിഥ്യാപ്രതിബിംബമാണ് ഉണ്ടാവുക. കാരണം അത് കോൺവെക്സ് ആയിട്ടാണ് പ്രവർത്തിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A spherical mirror forms a real image at the same position of the object placed at a distance of 20 cm in front of the mirror. ഒരു സ്ഫെറിക്കൽ മിറർ, ഗോളീയ ദർപ്പണം, ഒരു റിയൽ ഇമേജ് ഫോം ചെയ്യുന്നു അറ്റ് ദ സെയിം പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ അതേ സ്ഥലത്ത് തന്നെ ഒരു പ്രതിബിംബവും ഉണ്ടാവുന്നു. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 20 cm ഫ്രം ദ മിറർ, 20 സെൻറ്റിമീറ്റർ അകലത്തിൽ. ഇവരിങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേക്കന്നെ നമുക്ക് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കിട്ടി. ഇവർ എന്ത് ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയാൻ പറ്റും. കാരണം എന്താ? പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കേ നമുക്ക് മനസ്സിലായി ഒബ്ജക്റ്റ് വെച്ച് അതേ സ്ഥലത്ത് തന്നെ എന്ത് കിട്ടുന്നു എന്നാ? ഇമേജ് കിട്ടുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിൻ്റ് ഏതായിരിക്കും? സി ആയിരിക്കും. കാര്യം മനസ്സിലായോ? ആ ദൂരവും തന്നിട്ടുണ്ട്. എത്രയെന്ന്? 20 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി എന്തായിരിക്കും? എഫ്. എത്രയായിരിക്കും അത്? 10. മനസ്സിലായോ? ഇനി അവരെന്ത് ചോദിക്കാൻ പോകുന്നു നമുക്ക് തന്നെ അറിയാം. എന്തായിരിക്കും ചോദിക്കാൻ പോവുക? ഒന്ന്, വാട്ട് ടൈപ്പ് ഓഫ് മിറർ ഈസ് ദിസ്? ഇത് ഏത് മിററാ? കോൺകേവ്. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തിരുന്നു. ഏതാ മിറർ? കോൺകേവ്. റെഡി? ഏതാ മിറർ? കോൺകേവ്. വാട്ട് ഈസ് ദ മാഗ്നിഫിക്കേഷൻ? ജസ്റ്റിഫൈ യുവർ ആൻസർ. മാഗ്നിഫിക്കേഷൻ എത്രയാണ് വരിക? എം ഈക്വൽ ടു എന്താ? -1. കിട്ടിയോ? കാരണം എന്താ? വസ്തുവിലേക്കുള്ള ദൂരം പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമാണ്. വസ്തുവിൻ്റെ ഉയരവും പ്രതിബിംബത്തിൻ്റെ ഉയരവും എന്താണ്? തുല്യമാണ്. ഓക്കെ, അത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ഫൈൻഡ് ഔട്ട് ദ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. ഫോക്കൽ ലെങ്ത് എത്രയാണ്? 20ൻ്റെ പകുതി എത്രയായിരിക്കും? 10. എഫ് ഈക്വൽ ടു എത്രയാണ്? 10. +10 -10 -10 സെൻറ്റിമീറ്റർ. റേഡിയസ് ഓഫ് കർവേച്ചർ, ആരം എത്രയെന്ന്? വക്രത ആരം എത്ര? 20 തന്നെ. എത്ര 20? -20 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? അത് അറിവായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്
എ ലൈറ്റ് കാൻഡിൽ ഈസ് കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 40 സെൻറ്റിമീറ്റർ ഫ്രം എ കോൺകേവ് മിറർ. കോൺകേവ് മിററിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. എത്ര സെൻറ്റിമീറ്റർ അകലെയാണ്? 40 സെൻറ്റിമീറ്റർ അകലെ. അപ്പോൾ യു ഈക്വൽ ടു എത്രയാണ്? 40. പ്ലസ്സോ മൈനസോ? മൈനസ്. യു എപ്പോഴും എന്താണ്? മൈനസാണ്. ഓക്കെ. ഇനി കോൺകേവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഓഫ് ഫോക്കൽ ലെങ്ത് 25 സെൻറ്റിമീറ്റർ. എഫ് ഈക്വൽ ടു എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. ഓഫ് കോൺകേവ് എന്നല്ലേ പറഞ്ഞത്? കോൺകേവിൻ്റെ ഫോക്കൽ ലെങ്ത് മൈനസാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതും മൈനസ് കിട്ടി. ഇറ്റ്സ് ഇമേജ് ഈസ് ഫോംഡ് ഓൺ ദ സ്ക്രീൻ. ഓക്കെ. അതിൻ്റെ ഇമേജ് എവിടെയോ ഉണ്ടായിട്ടുണ്ട്. ഹൗ ഫാർ ഫ്രം ദ മിറർ ദ ക്ലിയർ ഇമേജ് ഈസ് ഫോംഡ്. എവിടെയാണ് ഇമേജ് ഫോം ചെയ്തത്? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വി കണ്ടുപിടിക്കുക. ഓക്കെ. വി കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. തന്ന സാധനങ്ങളൊക്കെ എടുത്ത് എഴുതുക. കാണേണ്ട സാധനത്തിന് വേണമെങ്കിൽ ഒരു വി എന്നിട്ടിട്ട് അതിനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഇവർ തമ്മിലുള്ള തന്നിരിക്കുന്ന 3 ആൾ തമ്മിലുള്ള ഏതെങ്കിലും ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് മിറർ ഇക്വേഷൻ 1/f ഈക്വൽ ടു 1/u പ്ലസ് 1/u പ്ലസ് എന്താണ്? 1/v ആണ്. ക്ലിയർ ആണല്ലേ? ഓക്കെ. നമുക്ക് കാണേണ്ട ആളാരാ? നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾ വി ആണ് അല്ലേ? വി ആണ്. നമ്മുടെ കയ്യിലുള്ളതോ 1/f ഈക്വൽ ടു എന്നാണ്. അപ്പോൾ വി കാണാൻ വേണ്ടി ആദ്യം 1/vനെ കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ 1/v? 1/v ഈക്വൽ ടു ഇയാളെ മാത്രം ഇവിടെ നിർത്തുക. ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ലെഫ്റ്റിൽ ആരുണ്ട്? 1/f ഉണ്ട്. പിന്നെ ഈ കൊണ്ടുവരുന്നവനോ 1/u. 1/u എന്താവും? മൈനസ് ആവും. അപ്പോൾ 1/v ഈക്വൽ ടു എന്താ? 1/f മൈനസ് 1/. അതിലേക്ക് വാല്യൂസ് കൊടുക്കുക. 1/f എത്ര? 1/-25. റെഡി? മൈനസ് 1/, എത്ര? -40. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ അതിൻ്റെ ആൻസർ കിട്ടും. 1 × -40 -40 മൈനസ് 1 × -25 -25 ഡിവൈഡഡ് ബൈ മൈനസ് എന്താവും? പ്ലസ് 25 × 40 25 × 40. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്ക് ചെയ്യാം. 1/v ഈക്വൽ ടു മുകളിൽ -40 മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് എന്താവും? 25 ബൈ 25 × 40. 4 25 100 അപ്പോൾ 40 25 എന്ന് പറഞ്ഞാൽ 1000 ആണ്. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈസ് ഈക്വൽ ടു 40 25 അല്ലേ? സബ്സ്ട്രാക്ട് ചെയ്തിട്ട് വ്യത്യാസം കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക അല്ലേ? 25 എത്രയാണ്? 15 ഗ്യാപ്പ് ഉള്ളത്. ഏതാ ചിഹ്നം? മൈനസ് എന്ത് വരും? 15. ഓക്കെ ആണോ? റെഡി? ദെൻ -15/1000 എന്ന് വരും. ഓക്കെ. -15/1000. നമുക്ക് വേണ്ടത് എന്താ? മറന്നു പോകരുത്. നമുക്ക് വേണ്ടത് എന്താ? വി ആണ്. അപ്പോൾ ലെഫ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ എടുക്കും. അപ്പോൾ 1/v എന്നത് v/1 എന്നാവും, അഥവാ v എന്നാവും. അപ്പോൾ റൈറ്റിലോ 1000/15 എന്നാവും. 1000/15. ഓക്കെ ആണോ? ഓക്കെ. പ്രശ്നമില്ലല്ലോ? ഓക്കെ. ദെൻ ഒരു മൈനസ് സൈൻ ഉണ്ടാവും. -1000/15 എത്രയാണെന്ന് നോക്കുക. എത്രയാണ് 1000/15 എന്ന് പറഞ്ഞാൽ? 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. റെഡി? 15 എത്ര 5 ഉണ്ട്? 3 5 ഉണ്ട്. 10 എത്ര 5 ഉണ്ട്? 2 5 ഉണ്ട്. അപ്പോൾ 1000 എത്ര 5 ഉണ്ട്? 200 ഉണ്ട് അല്ലേ? അപ്പോൾ എത്ര കിട്ടി? -200/3 എന്ന് കിട്ടി. എന്ത്? വി. റെഡി? അപ്പോൾ 200/3 എത്രയാണെന്ന് നോക്കുക. 200/3 എത്രയാണ് വരിക? 100/3 എന്ന് പറഞ്ഞാൽ 33. 200/3 എന്ന് പറഞ്ഞാലോ 66.6. അപ്പോൾ -66.6 സെൻറ്റിമീറ്റർ. അപ്പോൾ എവിടെയാണ് ഇമേജ് ഉണ്ടാവുക? നമുക്ക് കിട്ടി. എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക? റെഡി? എവിടെ ഇമേജ് ഫോം ചെയ്യുക? -66 ഇമേജ് ഫോം ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ. പ്രശ്നമില്ലല്ലോ? അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ചിത്രം നമുക്ക് റഫായിട്ടൊന്ന് നോക്കാം. റെഡി? ഫൈൻഡ് ഔട്ട് ദ മാഗ്നിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ മാഗ്നിഫിക്കേഷൻ എത്രയെന്നാണ്. അപ്പോൾ വി നമുക്ക് കിട്ടിയ എത്രയും -66.6 എന്ന് കിട്ടിയിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക? ഓക്കെ. മാഗ്നിഫിക്കേഷൻ m ഈക്വൽ ടു, അടുത്ത വരിയിൽ നമുക്ക് ചെയ്യാം, ആവർത്തനം m എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആവർത്തനം m ഈക്വൽ ടു -v/u എന്നാണ് ഇക്വേഷൻ അല്ലേ? വിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? -200/3 എന്നോ ഇനി അതല്ല -66 എന്നോ ഏതും കൊടുക്കാം അല്ലേ? മൈനസ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഒരു -200/ എന്ത് വന്നു? 3 എന്ന് വന്നു. ഡിവൈഡഡ് ബൈ യു എത്രയാണ്? ഓൾറെഡി -40 അല്ലേ?
40 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഒരു മൈനസും ക്യാൻസൽ ചെയ്തു. ബാക്കി വരെ 200/3/40. ആ അടിയിലുള്ള 40 എവിടേക്ക് കയറി വരും? ഇവിടേക്ക് വരും. എങ്ങനെയാണെന്നറിയാം? 40/1 എന്നുണ്ടാവും. അപ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 200/3 ഗുണിക്കണം 1/40 എന്നാണ് വരിക അല്ലേ? അങ്ങനെ വരിക. അപ്പോൾ 200 × 1 200ഉം 200/3 12 അല്ലേ? 120 കട്ട് ചെയ്തു. 20/12 20/12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10/6 ഈക്വൽ ടു 5/3. ഓക്കെ, അപ്പോൾ 5/3 എന്ന് ആൻസർ കിട്ടി. ഫൈൻഡ് ഔട്ട് ദ മാഗ്നിഫിക്കേഷൻ. 5/3 ഒരു മൈനസ് ഇടാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ മൈനസ് ഇട്ട് പോരാ. ഓക്കെ, -5/3 ഉത്തരം കിട്ടി. ഡ്രോ ദ റേ ഡയഗ്രാം ഓഫ് ദ ഇമേജ് ഫോംഡ് ആൻഡ് മാർക്ക് ദ വാല്യൂസ് ഇൻ ദ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ റേ ഡയഗ്രാം വരക്കാൻ അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം അല്ലേ? അപ്പോൾ റേ ഡയഗ്രാം വരക്കാനാണ്. ഓക്കെ, അപ്പോൾ 40 ഒബ്ജക്റ്റ് ഉള്ളത്, 25 ഫോക്കൽ ലെങ്ത് ഉള്ളത്, ഇമേജ് ഫോം ചെയ്ത് 66. റെഡി? ഉണ്ടായിരിക്കുന്ന പ്രതിബിംബം ഏത് രൂപത്തിലായിരിക്കും? -5/3 എന്നാണ്. 5/3 എന്ന് പറഞ്ഞാൽ 1നേക്കാൾ വലുതാണ്. 1നേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ എന്താ? അത് വലിയ പ്രതിബിംബമാണ്. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു കോൺകേവ് മിറർ ഞാൻ വരച്ചു. റെഡി? ലൈറ്റ് ക്യാൻഡിൽ ഈസ് കെപ്റ്റ് അല്ലെ, ഒരു മെഴുകുതിരി വെച്ചിട്ടുണ്ട്. എത്ര സെൻറ്റിമീറ്റർ? 40 സെൻറ്റിമീറ്റർ അകലെ. ഹാവിങ് ഫോക്കൽ ലെങ്ത് 25. അപ്പോൾ നമ്മൾ F മാർക്ക് ചെയ്യാം. മുഖ്യ അക്ഷം വരച്ചു. 25 സെൻറ്റിമീറ്റർ അകലത്തിൽ ഞാൻ F വരച്ചു. 25 അതിൻ്റെ ഇരട്ടിയിലായിരിക്കും എന്ത്? 6 ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ C ഉണ്ടാവുക. C എത്രയാണ്? 50 സെൻറ്റിമീറ്റർ. ഒബ്ജക്റ്റ് വെക്കുന്നത് 40-ലാണ്. അപ്പോൾ ഏകദേശം ഇവിടെയാണ് നമ്മളുടെ വസ്തുവിനെ വെക്കുന്നത്. റെഡി? അപ്പോൾ ഇവിടെ നിന്ന് നേരെ വരക്കുന്ന പ്രകാശരശ്മികൾ ഫോക്കസിലൂടെയാണ് കടന്നു പോകുക, നമുക്കറിയാം. അങ്ങനെ ഫോക്കസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മി ഇതിപ്പോൾ ഫോക്കസിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ രണ്ടാമത് ആരോ മാർക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് അതിനുശേഷം ഒരു പ്രകാശരശ്മി കൂടെ നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നിന്ന് എടുക്കുക, നേരെ ഫോക്കസിലേക്ക് ചിരിച്ചു പോവുക. റെഡി? അവിടെ പോയി തട്ടുന്ന പ്രകാശരശ്മി അതേ കോണളവിൽ എതിർദിശയിലേക്ക് ഇങ്ങനെ പോകും. എതിർദിശയിലേക്ക് ഇങ്ങനെ പോകുന്ന പ്രകാശരശ്മി ഇതാ ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് കൂട്ടിമുട്ടും. റെഡി? ആ കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് നമ്മൾ തല തിരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? പ്രതിബിംബത്തിനെ വരച്ച് കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പ്രതിബിംബ രൂപീകരണം, ഇമേജ് ഫോർമേഷൻ്റെ റേ ഡയഗ്രാം വരച്ചു. ഓക്കെ ആണോ? ഓക്കെ, റേ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ രേഖാചിത്രം. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം കിട്ടിയത് 50-ൻ്റെയും പുറത്തല്ലേ? ഈ ദൂരമാണ് നമുക്ക് നേരത്തെ ചെയ്തപ്പോൾ കിട്ടിയ 66.6 എന്ന ഉത്തരം. ഓക്കെ അല്ലേ? അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യനാണ്. വളരെ ശ്രദ്ധിച്ചിട്ട് ഹാൻഡിൽ ചെയ്യുക ഈ ക്വസ്റ്റ്യന്. ക്ലിയർ? നെക്സ്റ്റ് വൺ. An object is kept at a distance of 40 cm from a concave mirror of focal length 80 cm. 80 cm ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ആൾ അല്ലേ? നമുക്ക് ജസ്റ്റ് ഒരു ഫിഗർ ഒന്ന് ആലോചിച്ച് നോക്കാം. ഫോക്കൽ ലെങ്ത് എത്രയാണ്? കോൺകേവ് മിററാണ്. റെഡി? ഫോക്കൽ ലെങ്ത് എത്രയാണ്? 80 ഫോക്കൽ ലെങ്ത്. റെഡി? Then an object is kept at a distance of 40 cm from a concave mirror. എത്രയിലാണ് വസ്തുവിനെ വെക്കുന്നത്? 40-ലാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ആരെ വെക്കുന്നത്? ഒബ്ജക്റ്റിനെ വെക്കുന്നത്. ഓക്കെ, ഇനി എ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ടു വിച്ച് ഇമേജ് ഫ്രം ദ മിറർ. ഇമേജ് എവിടെ ഉണ്ടാകുന്നത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇമേജ് എന്തായാലും ഈ വശത്ത് ഉണ്ടാവാൻ നമുക്കറിയാമല്ലോ. അതിലേക്കുള്ള ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? V ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ F തന്നിട്ടുണ്ട്. F ഈക്വൽ ടു എത്രയാണ്? -80 സെൻറ്റിമീറ്റർ. U ഈക്വൽ ടു -40 സെൻറ്റിമീറ്റർ. ഫോക്കസിൻ്റെയും പോളിൻ്റെയും ഇടയിൽ വസ്തു വെച്ച് കഴിഞ്ഞാൽ അത് കണ്ണാടിക്ക് പിറകിൽ അല്ലെങ്കിൽ കണ്ണാടിയുടെ ഉള്ളിലാണ് ഇമേജ് ഫോം ചെയ്യാമെന്ന് നമുക്കറിയാം. അത് കണ്ടുപിടിക്കണം. ഓക്കെ, റെഡി? സോ FUV തമ്മിലുള്ള ബന്ധം ദർപ്പണ സമവാക്യമാണ്, മിറർ ഇക്വേഷനാണ്. 1/F ഈക്വൽ ടു 1/U പ്ലസ് 1/V ആണ്. കണ്ടുപിടിക്കേണ്ട ആൾ 1/V ആണ്. 1/Vയുടെ ഇക്വേഷൻ എഴുതുക. 1/V ഈക്വൽ ടു 1/F മൈനസ് 1/U എഴുതുക. അതിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/Fൻ്റെ പൊസിഷനിൽ 1/-80 -1/-40 ക്രോസ് ചെയ്യുക അല്ലേ? ക്രോസ് ചെയ്യുക. ഒരു -40 -40 മൈനസ് ഒരു -80 വീണ്ടും -80 ഡിവൈഡഡ് ബൈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. 4 8
32 20 3200. ഓക്കെ, മുകളിൽ -40 + 80 എന്നാവും. റെഡി, 3200. വ്യത്യാസം കാണുക മുകളിൽ. അപ്പോൾ 40 വരും, വലുതിൻ്റെ ചിഹ്നം പ്ലസ് ആണ്, അതുകൊണ്ട് എത്ര വരും? 40 വരും. 40/3200. ഓക്കെ, സമം 4/320. ഒരു 0 കട്ട് ചെയ്ത് ഈ കിട്ടിയ സാധനം 1/v ആണ്. നമുക്ക് വേണ്ടത് v ആണ്. അപ്പോൾ v/1 = തല തിരിച്ചു, അല്ല റൈറ്റിലും തല തിരിക്കണം. 320 എന്ത് വരും? 4 വരും. 320/4. 32-ൽ എത്ര 4 ഉണ്ട്? 8 ഉണ്ട് അല്ലേ? 8 ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ 8 ഉം 0 എത്രയായി? 80. 320-ൽ എത്രയുണ്ട്? 80. v സമയം എത്രയെന്ന് കിട്ടി? 80 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ അറിയില്ല എങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? v സമം 80 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ എവിടെ ഇമേജ് ഫോം ചെയ്യുക? 80 സെൻറ്റിമീറ്റർ അകലത്തിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ദൂരം എത്രയാണ് കിട്ടിയത്? 80 സെൻറ്റിമീറ്റർ. മാർക്ക് UVF ആഫ്റ്റർ ഡ്രോയിങ് ദ റേ ഡയഗ്രാം ഓഫ് ദ ഇമേജ് ഫോർമേഷൻ. അപ്പോൾ ഇതിൻ്റെ ചിത്രം വരക്കാം. അപ്പോൾ ഒന്നുകൂടി വൃത്തിയായിട്ട് വരക്കാം. റെഡി, അപ്പോൾ ഇതിൻ്റെ ചിത്രം വരച്ചിട്ട് യും വി ഒക്കെ ഒന്ന് കാണിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് കാണിച്ചു. റെഡി, എഫ്. സി കാണിക്കാൻ പറഞ്ഞിട്ടില്ല എങ്കിലും നമുക്കൊന്ന് കാണിക്കാം. സി. ദെൻ ഒബ്ജക്റ്റ് വെക്കുന്നത് ഏകദേശം ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ നേരെ പ്രകാശരശ്മി വരും, അത് ഇങ്ങനെ പാസ് ചെയ്ത് പോവും. റെഡി, ഇങ്ങനെ പാസ് ചെയ്ത് പോവും. ഓക്കെ, ഒരു പ്രകാശരശ്മി നമ്മൾ പോളിലേക്ക് ഇങ്ങനെ എടുക്കും, അതിങ്ങനെ പോവും. ഈ അകന്നു പോകുന്ന പ്രകാശരശ്മി ലെഫ്റ്റ് സൈഡിൽ എവിടെയും കൂട്ടിമുട്ടാത്തത് കൊണ്ട്, അല്ലേ, ലൈറ്റ് റേ അവിടെ എവിടെയും കൂട്ടിമുട്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പിറകോട്ട് ഇങ്ങനെ പോയി നോക്കും. ഇങ്ങനെ പോയി നോക്കുന്ന സമയത്ത് റെഡി, ഇവിടുന്ന് വരുന്ന ഈ ലൈൻ, ഈ 2 ലൈനുകൾ ഇവിടെ എന്ത് ചെയ്യും? ഇങ്ങനെ കൂട്ടിമുട്ടും. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ എന്തുണ്ട്? പ്രതിബിംബം രൂപീകരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, ആ പ്രതിബിംബം രൂപീകരിച്ച സ്ഥലമാണ്, അല്ലെങ്കിൽ ഇമേജ് ഫോം ചെയ്ത സ്ഥലത്തേക്കുള്ള ദൂരമാണ് നമ്മളുടെ എന്ത് വി എന്ന് പറയുന്നത്. ഈ വസ്തുവിലേക്ക് ഈ പിയിൽ നിന്നുള്ള ഈ ദൂരമാണെന്ത്? ഈ ദൂരമാണെന്ത്? നമ്മളുടെ യു എന്ന് പറയുന്നത്. ഈ ഫോക്കസിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ. വീണ്ടും ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. രാധ യൂസ്ഡ് 3 mirrors to look her face. അല്ല, രാധ അവളുടെ മുഖം നോക്കാൻ വേണ്ടി 3 കണ്ണാടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. തന്നിരിക്കുന്ന 3 ചോദ്യങ്ങൾ നോക്കിയാൽ അറിയാം. ഇമേജ് ഓഫ് ഫേസ് ഈസ് ബിഗ്. ഒന്നിൽ നോക്കിയ സമയത്ത് പിന്നെ നമ്മളുടെ മുഖത്തിൻ്റെ വലുപ്പം വലുതാണ്, വേറൊന്നിൽ ചെറുതാണ്, വേറൊന്നിൽ തുല്യ വലുപ്പമാണ്. ഏതൊക്കെ കണ്ണാടികളാണ് പേര് എഴുതി വെക്കുക. അപ്പോൾ ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്. വലുതായി കാണുന്നത് കോൺകേവ് വളരെ അടുത്ത് പിടിച്ചപ്പോൾ ആയിരിക്കും. ചെറുതായിട്ട് കാണുന്നത് കോൺവെക്സ് ആയിരിക്കും. തുല്യ വലുപ്പം കാണുന്നത് പ്ലെയിൻ മിറർ ആയിരിക്കും. പ്ലെയിൻ സമതല ദർപ്പണം. അപ്പോൾ ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഫൈൻഡ് ഔട്ട് ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഏതാണ് ശരി? ഓക്കെ, അപ്പോൾ 4 കാര്യങ്ങൾ. 1 2 3 4. ശരിയായവ ഏതെല്ലാം എന്ന്. വെൻ ദ മാഗ്നിഫിക്കേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 1, ഒന്നിനേക്കാൾ എം കൂടിയാൽ ദ സൈസ് ഓഫ് ദ ഇമേജ് ഈസ് ലെസ് ദാൻ ദ ഒബ്ജക്റ്റ്. അല്ല, എമ്മിനേക്കാൾ എം എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ അത് വലിയ പ്രതിബിംബം എന്നാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് ഇതെന്താ? ഈ പറഞ്ഞത് തെറ്റാണ്. 1 തെറ്റാണ്. വെൻ ദ മാഗ്നിഫിക്കേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 1, ദ സൈസ് ഓഫ് ദ ഇമേജ് ഗ്രേറ്റർ ദാൻ ദ ഒബ്ജക്റ്റ്. അപ്പോൾ രണ്ടാമത്തത് ശരിയാണ് അല്ലേ? നമ്മൾ പഠിച്ചതാണ്, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. വെൻ ദ മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ്, എം പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് വിൽ ബി റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. എം പോസിറ്റീവ് ആവും എപ്പോഴാണ്? ഇങ്ങനെ വരുമ്പോൾ അല്ലേ? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണോ? അല്ല. എങ്ങനെ വരുമ്പോൾ? ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഓക്കെ, ഒന്നുകൂടെ നോക്കാം. വെൻ ദ മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ്, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആവുന്നത് ഇമേജ് വിൽ ബി റിയൽ അല്ല, ഏതാ? വെർച്വലാണ്. വെർച്വൽ ആൻഡ് എന്ത് വരുമ്പോൾ? ഇറക്റ്റ് വരുമ്പോഴാണ്. ഇറക്റ്റ്. റെഡി, അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. വെൻ ദ മാഗ്നിഫിക്കേഷൻ ഈസ് നെഗറ്റീവ്, എം നെഗറ്റീവാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇമേജ് വിൽ ബി നെഗറ്റീവ് വരുന്നത് എപ്പോഴാണ്? റിയൽ വരുമ്പോഴാണ്. റെഡി, ഇൻവേർട്ടഡ് എന്ന വാക്ക് ശരിയാണ്. ഓക്കെ ആണോ?
അപ്പോൾ ഇതും എന്താണ്? തെറ്റാണ്. അപ്പോൾ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ബി, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരി. ഓക്കെ, നെക്സ്റ്റ് വൺ. ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ. ഒരു വസ്തുവിൻ്റെ ഹൈറ്റ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ഉണ്ട്. പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 50 സെൻറ്റിമീറ്റർ ഫ്രം എ കോൺകേവ് മിറർ. റെഡി? അപ്പോൾ ഇതെവിടെയാണ് വെച്ചിരിക്കുന്നത്? ഒരു കോൺകേവ് മിററിൽ നിന്ന് 50 സെൻറ്റിമീറ്റർ അകലത്തിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ ഈസ്, ഇതിൻ്റെ എഫിലേക്കുള്ള ദൂരം 20 ആണ്. 20 ആണെങ്കിൽ 40ലാണ് ആരുള്ളത്? സി ഉള്ളത്. ഇത് എഫ്, ഇത് സി ആണ്. അപ്പോൾ വെച്ച സ്ഥലം എവിടെയാണ്? 40ൻ്റെ അപ്പുറത്താണ്. 40ൻ്റെ അപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ 40ൻ്റെയും 20ൻ്റെയും ഇടയിൽ, സിയുടെയും എഫിൻ്റെയും ഇടയിലാണ് പ്രതിബിംബം രൂപീകരിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വരച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ പഠിച്ചതാണ്. സിക്കപ്പുറം അല്ലെ, ബിയോണ്ട് സി ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് ഇമേജ്. അത് ഞാനിവിടെ വരച്ചു, ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക. അത് മാത്രമല്ല ഇമേജ് ചെറുതുമാണ് നമുക്കറിയാം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് കുഡ് ബി ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ചെറുതല്ലേ, തല തിരിഞ്ഞിട്ടും അല്ലേ? അപ്പോൾ ചെറുതും തല തിരിഞ്ഞതുമായത് ഏതാന്ന് നോക്ക്. 10 അല്ല, -10 അല്ല. പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ് ആണ്. 10നേക്കാൾ ചെറിയ നമ്പർ വേണം. അപ്പോൾ ഏതായിരിക്കും? തന്നിരിക്കുന്നവയിൽ ഏതാ ശരിയാവാൻ സാധ്യത? -7. ഓക്കെ, റെഡി? നല്ല ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ. കോൺകേവ് മിറേഴ്സ് ആർ യൂസ്ഡ് ടു കൺസ്ട്രക്ട് സോളാർ ഫർണസസ്. കോൺവെക്സ് മിറേഴ്സ് ആർ നോട്ട് യൂസ്ഡ്. വൈ? ഒന്നുമില്ല. സോളാർ ഫർണസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോളാർ ഫർണസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ ദൂരെ നിന്ന് വരുന്ന, അനന്തതയിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ അല്ലേ, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്ന പ്രകാശരശ്മികൾ ഫോക്കസ് എന്ന പോയിന്റിൽ ഇങ്ങനെ കേന്ദ്രീകരിക്കും. ഏത് ദർപ്പണമാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇവിടെ ഞാനൊരു ബക്കറ്റിൽ വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ദൂരെ നിന്ന് വരുന്ന പ്രകാശരശ്മികളൊക്കെ കണ്ണാടിയിൽ വന്ന് തട്ടിയിട്ട് അതവിടെ നിന്ന് തട്ടി ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ഏത് ബിന്ദുവിൽ? എഫിൽ. അപ്പോൾ കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ കൺവേർജ് ചെയ്യിപ്പിക്കുക എന്ന സ്വഭാവമുള്ളത് ആർക്ക് മാത്രമാണ്? കോൺകേവിന് മാത്രമാണ്. ആർക്കാണ്? കോൺകേവിനാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സോളാർ ഫർണസിൽ ഉപയോഗിക്കുന്നത് ചൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഒരു പോയിന്റിലേക്ക് ചൂടിനെ കേന്ദ്രീകരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കോൺവെക്സ് മിറേഴ്സിൽ ഡൈവേർജിങ് ആണ്. കേന്ദ്രീകരിക്കുക എന്നത് പ്രകാശത്തെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിപ്പിക്കാൻ സാധ്യമല്ല. ഓക്കെ, ഡൈവേർജിങ് നേച്ചറാണ് ആർക്കുള്ളത്? കോൺവെക്സിനുള്ളത്. കോൺകേവിനാണ് കൺവേർജിങ് നേച്ചർ ഉള്ളത്. അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ ആണോ? ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. 2 പ്ലെയിൻ മിറേഴ്സ് ആർ അറേഞ്ച്ഡ് ബൈ ജോയിനിങ് ദെയർ സൈഡ്സ് ഓഫ് ദ. ഓക്കെ, അപ്പോൾ 2 സമതല ദർപ്പണങ്ങൾ തന്നിട്ടുണ്ട്. അവർക്കിടയിൽ ഇപ്പോൾ 2 എണ്ണത്തിൻ്റെ തമ്മിലുള്ള ആംഗിള്, സപ്പോസ് ഇങ്ങനെയുണ്ട് 2 ദർപ്പണങ്ങളെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ആംഗിള് എത്രയോ ഒരു ആംഗിൾ ഉണ്ട്, സപ്പോസ് അത് തീറ്റ എന്ന് വിചാരിക്കുക. ഓക്കെ, കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലാണ് അല്ലേ, ഇതിൻ്റെ കറക്റ്റ് ഇപ്പോൾ തീറ്റ ഒരു 30 ആണെങ്കിൽ 15 ഡിഗ്രിയിലാണ് ഇവിടുന്നും ആര് നിൽക്കുന്നത്? ഒബ്ജക്റ്റ് നിൽക്കുന്നത്. അങ്ങനെ തന്നെ നിൽക്കണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ കറക്റ്റ് സെൻറ്ററിലാണ് ആര് നിൽക്കുന്നത്? ഒബ്ജക്റ്റ് നിൽക്കുന്നത്. എങ്കിൽ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇമേജ് ഫോംഡ്. എത്ര ഇമേജുകളാണ്, പ്രതിബിംബങ്ങളാണ് രൂപപ്പെടുക എന്ന് കണ്ടുപിടിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 90 ഡിഗ്രി ആകുമ്പോൾ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 60 ഡിഗ്രി ആകുമ്പോൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തീറ്റ എത്രയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തീറ്റ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. n = 360/θ-1. റെഡി? 360 ഈ ചോദ്യം നമ്മൾ ഇന്നലെ ചെയ്തതാണ് ഓൾറെഡി. 90 - 1. 360ൽ എത്ര 90 ഉണ്ട്? 4 90 ഉണ്ട്. -1 ഈസ് ഈക്വൽ ടു എത്ര? 3. എണ്ണമാണ്. 3 പ്രതിബിംബങ്ങൾ ഉണ്ടാവും. ഓക്കെ ആണോ? അതായത് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ചിത്രം ഇങ്ങനെ വരും അല്ലേ, 2 കണ്ണാടികൾ ഇങ്ങനെ വെക്കുക. എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ നടുവിൽ ഇവിടെയാണ് ഒരാൾ നിൽക്കുന്നത് എങ്കിൽ ഇയാൾ ഇവിടെ നിന്ന് ഇതിലേക്കും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഇയാൾ എത്ര എണ്ണമായിട്ട് കാണും? 3 എണ്ണമായിട്ട് കാണും. ഓക്കെ, എത്ര എണ്ണമായിട്ട് കാണും? 3 എണ്ണമായിട്ട് കാണും. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. തീറ്റ എത്രയാകുമ്പോൾ, ആംഗിൾ എത്രയാകുമ്പോൾ? തീറ്റ എന്ന ആംഗിളിനെ വിളിക്കുന്ന ഒരു അക്ഷരമാണ് കേട്ടോ. ഓക്കെ, 60 ഡിഗ്രി, 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്പർ കാണാനുള്ള ഇക്വേഷൻ n = 360/60 - 1. 360/60 എന്ന് പറഞ്ഞാൽ 360ൽ അല്ലേ 36ൽ എത്ര? 6 ഉണ്ട്. 6 ഉണ്ട്. അപ്പോൾ 6 - 1 ഈസ് ഈക്വൽ ടു എത്ര? 5. കിട്ടിയോ? അതായത് 2 എണ്ണം തമ്മിൽ, 2 കണ്ണാടികൾ തമ്മിലുള്ള കോൺ എത്രയാണെങ്കിൽ 60 ഡിഗ്രി ആണെങ്കിൽ, റെഡി, 60 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ 30 സെൻറ്റിമീറ്റർ അകലത്തിൽ നിന്ന്, ഒരു കണ്ണാടിയിൽ 30 സെൻറ്റിമീറ്റർ അകലത്തിലായിട്ടൊരു വസ്തുവിനെ വെച്ചാൽ കണ്ണാടിയിലെ ഈ വസ്തുവിൻ്റെ 5 പ്രതിബിംബങ്ങൾ രൂപപ്പെടും. എത്ര എണ്ണം? 5 എണ്ണം രൂപപ്പെടും. ക്ലിയർ അല്ലേ?
നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യനുകൾ. ഓക്കെ, പബ്ലിക് എക്സാമിന് നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനുകൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്രയ്ക്ക് നല്ല ക്വസ്റ്റ്യനുകളാണത്. ഇനി അഥവാ അതില്ല എങ്കിൽ അതേപോലെയുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക, ഫുൾ മാർക്ക്, ഫുൾ A+ നേടുക. നമ്മളുടെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഇതുപോലെയുള്ള റിവിഷൻ വീഡിയോസും അതുപോലെ തന്നെ പ്രോബ്ലം സെക്ഷനും കണ്ട് പിന്നെ എല്ലാ കുട്ടികളിലേക്കും ആ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലേൺ റൂം എന്ന ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും അതാത് ടൈമിൽ നിങ്ങൾക്കത് കാണാൻ അല്ലെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ അത് കാരണമാവും. സോ എനിവേ നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.